രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് അപ്പുറമുള്ള മാനമുണ്ട് എന്ന് നാം വിലയിരുത്തുമ്പോൾ തന്നെയും അതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന ഒരു ആരോപണമാണ് ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ച ആരോപണം. അതിന്റെ അർത്ഥം എന്താണ്? ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ നടക്കുന്ന മറ്റു പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കണ്ണൂരിലാണ്. എന്നാൽ കണ്ണൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ പോലെയല്ല നാദാപുരത്തെ സംഘർഷങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. കണ്ണൂരിലെല്ലാം നമ്മൾ കാണുന്നത് നാടൻ ബോംബുകൾ, എന്നാൽ ഒരിക്കലും നാദാപുരത്ത് കാണുന്നത് അതിനപ്പുറത്തുള്ള കാര്യം, ഗൌരവമുള്ള കാര്യങ്ങളാണ്. RDX അതുപോലെ അമോണിയം നൈട്രേറ്റ് പോലെയുള്ള സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് പോലീസിനും അതുപോലെ നാട്ടുകാർക്കും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ വൻതോതിലുള്ള പണം ഇവരുടെ ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിൽ എത്തുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാദാപുരത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഇതിനെ മുതലെടുപ്പിനായി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ അതിനെ ഗൌരവത്തിലെടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം. നാദാപുരത്ത് ഓരോ തവണ സംഘർഷമുണ്ടാകുമ്പോഴും ആയുധങ്ങളുടെ ഉറവിടവും സാമ്പത്തിക സ്രോതസ്സുകളും സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നുവരാറുണ്ട്. എന്നാൽ ഗൌരവമായ അന്വേഷണം നടക്കാറില്ല. അതുകൊണ്ട് തന്നെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും സംഘർഷവും തുടർക്കഥയാവുന്നു. നാദാപുരം സംഭവമുണ്ടായത് തെരഞ്ഞെടുപ്പ് കാലത്തായതിനാൽ പരമാവധി ജനരോഷം ഇളക്കിവിട്ട് വോട്ടാക്കി മാറ്റാൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കുന്നതിൽ അസ്വാഭാവികതയില്ല. പക്ഷേ മുസ്ലിം ലീഗ് പോലെ ജനസ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തെക്കുറിച്ച് തീവ്രവാദ ബന്ധം പോലെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ എതിരാളികൾക്ക് കരുത്തു നൽകിയതിനെക്കുറിച്ചും രൂക്ഷമായ രാഷ്ട്രീയ സംഘർഷങ്ങളും കൊലപാതക പരമ്പരകളും ഉണ്ടാകുന്ന കണ്ണൂരിൽ നിന്ന് വ്യത്യസ്തമായി തീവ്രവാദ നിറം നാദാപുരത്തെ സംഭവങ്ങൾക്കുണ്ടെന്ന ആരോപണത്തെക്കുറിച്ചും ഗൌരവമായി ചിന്തിക്കേണ്ടതുണ്ട്. കേവല രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കപ്പുറം നാദാപുരത്തെ അക്രമ സംഭവങ്ങളിൽ മത സാമ്പത്തിക വ്യത്യാസങ്ങൾ ഒരു ഘടകമായിരുന്നു എന്നതാണ് ഈ ചോദ്യങ്ങൾക്ക് ചരിത്രം നൽകുന്ന ഉത്തരം. അതുകൊണ്ട് ഓരോ അക്രമ സംഭവത്തിനുമൊപ്പം വർഗീയത, തീവ്രവാദം എന്നീ ഘടകങ്ങൾ ചേർത്തുവെക്കുന്നത് എളുപ്പമാകുന്നു. ചെക്കൻ വിളി ചെറുത്തുതോൽപ്പിക്കപ്പെട്ട ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മുസ്ലിം ലീഗോ മുസ്ലിം തീയ സമുദായങ്ങൾക്കകത്തെ അകൽച്ച കുറച്ചുകൊണ്ടുവരാൻ ഒട്ടും ശ്രമിച്ചില്ല എന്നതും ചരിത്രമാണ്. സ്വാഭാവികമായ രാഷ്ട്രീയ സംഘർഷങ്ങളും വാക്കുതർക്കങ്ങളിൽ പോലും നേതൃത്വത്തിന് യാതൊരു മനസാക്ഷിക്കുത്തും ഉണ്ടാകാത്ത വിധം ഈ സാമുദായികത വിള്ളലുണ്ടാക്കി. ലീഗുകാർ മുസ്ലിം വിശ്വാസികൾ എന്ന നിലയിലും CPMുകാർ തീയരടക്കമുള്ള ഹിന്ദുക്കളുടെ പാർട്ടി എന്ന നിലയിലും സംഘടിച്ചുകൊണ്ടേയിരുന്നു. ഉള്ളിൽ വർഗീയവും പുറമെ രാഷ്ട്രീയവുമായ ചേരിതിരിവ് നിർഭാഗ്യകരമാം വിധം നാട്ടുകാരെ അകറ്റി നിർത്തി. മയ്യഴിപ്പുഴയിലൂടെ വെള്ളം ഒരുപാട് ഒഴുകിപ്പോയതിനു ശേഷവും ഹിന്ദു ഭാഗത്തിലുള്ള താഴ്ന്ന വർഗ കർമ്മളത്തീയ സമുദായം എന്ന് പറയുന്ന അവരെ സംഘടിപ്പിച്ച് വളർത്തി. അപ്പൊ സ്വാഭാവികമായും അവർക്കെതിരിലുള്ളതാണ് മുസ്ലിം ലീഗ് എന്നുള്ള നിലക്ക് ഹിന്ദുക്കളുടെ പാർട്ടി CPM, മുസ്ലിങ്ങളുടെ പാർട്ടി മുസ്ലിം ലീഗ് എന്നുള്ളൊരു കാഴ്ചപ്പാട് തെറ്റായിട്ട് ആണെങ്കിലും അവരുടെ മനസ്സിൽ വന്നു. അതാണ് പലപ്പോഴും എന്താകുന്നതെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ സംഘടനകളെ വർഗീയതയിലേക്ക് ചെരിയുന്നത്. ഭൂവുടമകളായിരുന്ന മുസ്ലിം സമുദായക്കാരുടെ അനന്തര തലമുറക്കാർ ഗൾഫിലേക്ക് കുടിയേറി. ഒരിക്കൽ ചെക്കൻ എന്ന് വിളിച്ചവരുടെ പിൻതലമുറ സാമ്പത്തികമായി മുന്നേറുന്നത് മറുവിഭാഗത്തിൽ രോഷം സൃഷ്ടിച്ചു. ഇത്തരം സമൂഹ മനഃശാസ്ത്ര പ്രശ്നങ്ങൾ രാഷ്ട്രീയ നേതൃത്വവും അവഗണിച്ചു. മാത്രമല്ല അത്തരം പ്രശ്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്തു. ആദ്യകാലത്ത് വെറുപ്പ് തീർത്തത് വിലങ്ങാട് കുന്നുകളിലെ ജന്മിയുടെ പറമ്പിലെ തെങ്ങിൻ തലപ്പുകൾ വെട്ടിക്കൊണ്ടായിരുന്നു. വെറുക്കുന്നവരെ നേരിട്ട് വെട്ടാനാകാത്തത് കാരണം തെങ്ങിൻ തലപ്പുകൾ വെട്ടുക. ഇപ്പോൾ നശിപ്പിക്കുന്നത് കൃഷി മാത്രമല്ല, വീടുകൾ കൂടിയാണെന്ന് മാത്രം. വൻതോതിൽ മാരകായുധങ്ങൾ നാദാപുരത്തേക്ക് എവിടെ നിന്നെത്തുന്നു? രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും ആയുധശേഖരണത്തിനും പേരുകേട്ട കണ്ണൂരിൽ CPM RSS കേന്ദ്രങ്ങളിൽ ശേഖരിക്കപ്പെടാറുള്ള ആയുധങ്ങളോ സ്ഫോടക വസ്തുക്കളോ മാത്രമല്ല നാദാപുരത്ത് ഇപ്പോഴും തുടരുന്ന പരിശോധനകളിൽ നിന്ന് ലഭിക്കുന്നത് എന്നതും പോലീസുകാരെ മാത്രമല്ല പൊതുസമൂഹത്തെ ആകെയാണ് ആശങ്കപ്പെടുത്തുന്നത്. സ്റ്റീൽ ബോംബുകൾ ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെത്തുക സ്വാഭാവികം. എന്നാൽ RDX, അമോണിയം നൈട്രേറ്റ് എന്നിവ സ്വാഭാവികമായി കരുതാനാവില്ല. ബാംഗ്ലൂർ സ്ഫോടനങ്ങൾക്ക് പോലും ഉപയോഗിക്കപ്പെട്ട അമോണിയം നൈട്രേറ്റ് ശേഖരം കണ്ണൂരിലെ വീട്ടുപറമ്പിൽ കുഴിച്ചിട്ടത് ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാണ്. ആ ഓർമ്മ നാദാപുരത്തിന്റെ പോക്കിൽ സംശയവും ആധിയും ഉണ്ടാക്കുന്നു എന്നതും സ്വാഭാവികം. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാക്കപ്പെടുന്നതാണെന്നും ആരോപണമുയരുന്നുണ്ട്. ഇരുവിഭാഗവും ഈ ആരോപണം ഉന്നയിക്കുന്നു. കേസിൽ കുടുങ്ങിയ നേതാവിനെ രക്ഷിക്കാൻ കലാപം ആസൂത്രണം ചെയ്യുമ്പോഴാണ് സ്ഫോടനവും മരണവും ഉണ്ടായതെന്ന് CPM പറയുന്നു. ഇടതുമുന്നണി ഭരിക്കുമ്പോഴാണ് നാദാപുരത്ത് സംഘർഷങ്ങൾ ഉണ്ടാകുന്നതെന്ന് ലീഗ് തിരിച്ചടിക്കുന്നു. തീവ്രവാദ ബന്ധം ലീഗിനില്ല എന്ന് തെളിഞ്ഞാലും തീവ്രവാദ സംഘടനകൾ ഈ സംഭവത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്നു എന്നത് കാണാതിരിക്കാനാവില്ല. ഓരോ സംഘർഷത്തിന്റെയും ഗുണഭോക്താക്കളും ഇത്തരം ആളുകളാണ്. അതുപക്ഷേ താൽക്കാലിക നേട്ടങ്ങൾ മാത്രം കാണുന്ന നേതൃത്വം കണ്ടില്ലെന്ന് നടിക്കുന്നു.